ഹായ് ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ഒരു അൺവേഴ്സ് വീഡിയോ ആണ്. ഞാനങ്ങനെ വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല. ഷോർട്സും കാര്യങ്ങളുമാണ് ഞാൻ അധികമായിട്ടും അപ്ലോഡ് ചെയ്യാറുള്ളത്. ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാനിന്നിവിടെ കാണിക്കുന്നത് ഒരു കാരിക്കേച്ചർ ഫ്രെയിമിൻ്റെ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഈ ഒരു വർക്ക് എനിക്ക് തന്നിട്ടുള്ളത് ഇതിന് മുന്നേയും വേറെ ഓർഡേഴ്സുകളൊക്കെ തന്നിട്ടുള്ളൊരു കസ്റ്റമറാണ്. UKG പഠിക്കുന്ന കുട്ടികൾ അവരുടെ ക്ലാസ് ടീച്ചർക്ക് കൊടുക്കുന്നൊരു ഗിഫ്റ്റാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. കാർട്ടൂൺ ഫിൽറ്ററൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ടോൺമി ആപ്പിലോട്ടാണ് പോകുന്നത്. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് ഫിൽറ്ററുകൾ കാണാം. അതിൽ നിങ്ങൾക്ക് വേണ്ടത് എടുത്തിട്ട് അതിലോട്ട് ഓരോ ഫോട്ടോസും ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യുന്ന ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. താഴെയുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ കാർട്ടൂൺ ടൈപ്പായി വന്നിട്ടുണ്ടാകും. ഇത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ എല്ലാ ഫോട്ടോയും കാർട്ടൂൺ ഫിൽറ്റർ കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. നമ്മൾ ഏകദേശം എല്ലാ ഫോട്ടോസും കാർട്ടൂൺ ഫിൽറ്ററിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി നമ്മൾ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെർച്ച് ബാറിൽ remove.bg എന്ന് ടൈപ്പ് ചെയ്യുക. തുറന്നു വരുന്നതിൽ പോയിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഇമേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ഫോട്ടോകൾ സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി വന്നതിന് ശേഷം ഡൗൺലോഡ് ബാറിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. ഇങ്ങനെ എല്ലാ ഫോട്ടോസും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇൻഷോട്ട് എന്ന ആപ്പ് ഉപയോഗിച്ചും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനായി ആദ്യം ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുക. അതിൽ ഫോട്ടോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിലേക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ഫോട്ടോ ആഡ് ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു പേജാണ് ഓപ്പൺ ആയി വരുന്നത്. താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ കട്ട് ഔട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി വന്നിട്ടുണ്ട്. അതിനുള്ളിൽ ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറേസ് ബാറിൽ ഉള്ള ഒരു ഔട്ട്ലൈൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വേണ്ടത്ര സൈസിൽ കൂട്ടി ചെയ്യുക. ഞാനിവിടെ കുറച്ചിട്ടാണുള്ളത്. റൈറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയും നമുക്ക് ബാക്ക്ഗ്രൗണ്ടുകൾ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇതെല്ലാം കൂടെ നമ്മളൊന്ന് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യം ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഒരു A4 സൈസ് ഫ്രെയിമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെർച്ച് ബാറിൽ ഞാൻ A4 ഡോക്യുമെൻ്റ് എന്നാണ് സെർച്ച് ചെയ്യുന്നത്. നിങ്ങൾ ഏത് സൈസിലാണോ ഫ്രെയിം ചെയ്യുന്നത് ആ സൈസിലാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ക്രിയേറ്റ് ബ്ലാങ്ക് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഓപ്പണായി വരും. അപ്പോൾ അതിൽ താഴെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഗ്യാലറി എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗ്യാലറിയിലോട്ടാണ് പോകുക. നമുക്ക് വേണ്ട, അതായത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോസുകൾ ഓരോന്നും സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ആദ്യം കുറച്ച് ഫോട്ടോസ് മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓരോന്നും നമുക്ക് സെറ്റാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാ ഫോട്ടോസും ഒപ്പം നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസുകളാണ്
ആഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസുകളെല്ലാം ജസ്റ്റ് ഒന്ന് സൈസ് ഒന്ന് കുറച്ചിട്ട് ജസ്റ്റ് ഒന്ന് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കുക. ഫസ്റ്റ് നമുക്ക് ടീച്ചറുടെ ഫോട്ടോ ആഡ് ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് സെൻറ്ററിലായിട്ട് വെക്കുക. എന്നിട്ട് അതിന് തൊട്ടടുത്ത് ബാക്കിയുള്ള ഫോട്ടോസും കൂടെ ഒന്ന് ജസ്റ്റ് സൈസ് ഒന്ന് കുറച്ചിട്ട് നമുക്ക് നമ്മുടെ അതിനനുസരിച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നമ്മൾ എല്ലാ ഫോട്ടോസും ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൽ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ചെയ്ത ഫോട്ടോസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ബാക്കി ഫോട്ടോസും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുന്നത്. താഴെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ പൊസിഷൻ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഫോട്ടോസും ഫോർവേഡ് ആക്കിയിട്ടും ബാക്ക്വേഡ് ആക്കിയിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് നമ്മൾ എല്ലാ ഫോട്ടോയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുക. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് ഇതിൻ്റെ ആദ്യത്തെ ഒരു ഔട്ട് വോയിസ് വീഡിയോ ആണ്. ഞാൻ ഇങ്ങനെ വീഡിയോ ഇടാറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാവും. അതൊന്നും കാര്യമാക്കേണ്ട ആരും. ഇങ്ങനെ ഓരോ ഫോട്ടോസും അറേഞ്ച് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ പൊതുവെ ഒരു A4 സൈസ് ഫ്രെയിമിനാണെന്നുണ്ടെങ്കിൽ 400 റുപ്പീസാണ് ഞാൻ മേടിക്കാറുള്ളത്. പിന്നെ കരിക്കേച്ചർ ഫ്രെയിമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ റേറ്റും കാര്യങ്ങളും ഇടാറുള്ളത്. പിന്നെ എല്ലാ ഫോട്ടോസും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇതെല്ലാം കൂടെ ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ടൊരു ക്യാപ്ഷൻ കൊടുക്കാം. അതിനു വേണ്ടി താഴെ ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ പോയിട്ട് സബ് ഹെഡിങ് എന്നുള്ളൊരു ഓപ്ഷനിലാണ് ഞാൻ ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കസ്റ്റമർ നമ്മളോട് എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് അതേപോലെ കൊടുക്കുക. ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് വി വിൽ മിസ് യു ഷിഹാന മിസ് എന്നൊരു ക്യാപ്ഷനും അതിന് താഴെ അവരുടെ ക്ലാസ്സും വർഷവുമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. സ്ക്രീനിൽ കാണുന്ന പോലെ താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഫോണ്ടിൽ പോയിട്ട് നമുക്ക് വേണ്ട ഫോണ്ട് സെലക്ട് ചെയ്യാം. പിന്നെ എൻ്റെ കസ്റ്റമർ എന്നോട് ആ ക്യാപ്ഷനോട് കൂടെ ഒരു ഹഗ്ഗിൻ്റെ ഒരു ഐക്കൺ കൂടെ ആഡ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫോണ്ടിൻ്റെ സൈസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതേപോലെ ഫോണ്ടിൻ്റെ കളറുകളൊക്കെ നമുക്ക് മാറ്റാവുന്നതാണ്. ഹഗ് ഐക്കൺ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ എലമെൻറ്റ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു സെർച്ച് ബാർ വരും. അതിൽ പോയിട്ട് ഹഗ് ഐക്കൺ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നമുക്ക് ഏതാ വേണ്ടതെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അതിൻ്റെ സൈസൊക്കെ ഒന്ന് കുറച്ചിട്ട് നമ്മുടെ ക്യാപ്ഷൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് ഒക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സേവ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിൻ്റെ മുകളിൽ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫയൽ കിടക്കുന്നത് PNGയിലേക്കാരം. അത് PDF പ്രിൻറ്റിലോട്ട് മാറ്റുക. എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ള ഫയൽ വാട്സപ്പിലോട്ട് നേരെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു കരിക്കേച്ചർ ഫ്രെയിമിൻ്റെ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഇനിയും ഞാൻ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.